നമസ്കാരം. A1 ന്യൂസിലേക്ക് സ്വാഗതം. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം 2024 ആഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. മുതിർന്ന പാർട്ടി നേതാവായിരുന്ന CP നാരായണൻ സ്മാരക ഹാൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചറും അനാച്ഛാദനം ചെയ്യും. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ സംബന്ധിക്കുമെന്നും C സത്യപാലൻ, P ശശിധരൻ, KV ഗോവിന്ദൻ, KD അഗസ്റ്റ്യൻ, P ശശി, കുഞ്ഞികൃഷ്ണൻ, PP ശിതിൻ, PV പ്രഭാകരൻ തുടങ്ങിയ നേതാക്കൾ മുനിയംകുന്ന് പാർട്ടി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള മുനിയംകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഈ മാസം 22-ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ നിർവഹിക്കുകയാണ്. CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റിയെ സംബന്ധിച്ചും ഈ ഏരിയയിലെ പാർട്ടി ബന്ധുക്കളെയും അനുഭാവികളെയും സംബന്ധിച്ചും വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത്. 2003-ലാണ് CPMന് പെരിങ്ങോം ഏരിയ കമ്മിറ്റി എന്ന പേരിൽ ഒരു ഏരിയ കമ്മിറ്റി നിലവിൽ വന്നു. 2003-ൽ ഏരിയ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പെരിങ്ങോം KP കൃഷ്ണൻ സ്മാരക മന്ദിരത്തിലായിരുന്നു അതിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന പാർട്ടിയുടെ തന്നെ ഒരു കെട്ടിടം അവിടെ പ്രവർത്തനത്തിന് ആവശ്യമായ സ്ഥലപരിമിതി നേരിട്ടതിനാലും കുറേ കൂടി ഏരിയയുടെ കേന്ദ്രം മലയോരത്തേക്ക് മാറ്റണമെന്ന് പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാടിയൂട്ട് ചാലിലേക്ക് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റിയത്. 2017-ലാണ് പെരിങ്ങോത്ത് നിന്നും പാടിയൂട്ടി ചാലിലേക്ക് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തന കേന്ദ്രം മാറ്റിയത്. 2017 നവംബർ 7-ന് ഏരിയ കമ്മിറ്റിയുടെ കേന്ദ്രം പാടിച്ചാലേക്ക് മാറ്റിയ ദിവസം തന്നെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഒരു ഓഫീസ് നിർമ്മിക്കാനുള്ള ശിലാസ്ഥാപനവും അന്നത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി സഖാവ് P ജയരാജൻ നിർവഹിച്ചിരുന്നു. ഇവിടെ ഏരിയ കമ്മിറ്റി ഓഫീസ് പാടിച്ചാൽ പ്രവർത്തിച്ചത് പാടിയോട്ടിച്ചാൽ ലോക്കൽ കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ കെട്ടിടത്തിലായിരുന്നു. 2 ഓഫീസും ഇവിടെ പ്രവർത്തിപ്പിക്കുന്നതിന് കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പുതിയൊരു ഓഫീസ് ഏരിയ കമ്മിറ്റിക്ക് മാത്രമായി വേണമെന്ന് തീരുമാനിച്ചത്. പാർട്ടിയുടെ തന്നെ ഈ സ്ഥലത്ത് മുനിയംകുന്ന് രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്ത് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി മുനിയംകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 2017-ലാണ് ശിലാസ്ഥാപനം നിർവഹിച്ചതെങ്കിലും 7 വർഷത്തിന് ശേഷമാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. 2021-ലാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ അത് പൂർത്തിയായിട്ടുണ്ട്. ഈ ഓഫീസിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നിലവിൽ ഏരിയ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഹാൾ നവീകരിച്ച് സഖാവ് CP നാരായണൻ്റെ പേരിൽ ആ ഹാൾ പുനർനാമകരണം ചെയ്ത് പ്രവർത്തിക്കുകയാണ്. ആ ഹാളിൻ്റെ ഉദ്ഘാടനം CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് EP ജയരാജൻ അതേ ദിവസം നിർവഹിക്കുന്നുണ്ട്. ദേശീയ നേതാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ഫോട്ടോ മുനിയംകുന്ന് രക്തസാക്ഷി സ്മാരക മന്ദിരത്തിൽ അനാച്ഛാദനം ചെയ്യുന്നത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് PK ശ്രീമതി ടീച്ചറാണ്. അതോടൊപ്പം പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഖാവ് MV ജയരാജൻ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് P കരുണാകരൻ, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങി പാർട്ടിയുടെയും വർഗ പ്രസ്ഥാനങ്ങളുടെയും ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കന്മാരെല്ലാം ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കാണ് ഈ ഉദ്ഘാടന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മുടെ ഏരിയയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും 10,000 ബഹുജനങ്ങൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ പുതിയ കാലത്ത് CPMൻ്റെ പ്രവർത്തനം ഈ മാറിയ സാഹചര്യത്തിനനുസരിച്ച് കൂടുതൽ ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള കർമ്മപരിപാടികളാണ് ഇന്ന് CPM ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ഏരിയ കമ്മിറ്റിയുടെ കേന്ദ്രമായിട്ടാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട്. ഇവിടെ ഇതിൻ്റെ ഒപ്പം തന്നെ 2 വർഷം മുമ്പ് മുനിയംകുന്ന് രക്തസാക്ഷികളുടെ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്.
പെരിങ്ങോം ഏരിയ പരിധിയിലുള്ള CPM-ന്റെ മെമ്പർമാരിൽ നിന്ന് മാത്രം ധനസമാഹരണം നടത്തിയിട്ടാണ് ആ രക്തസാക്ഷികളുടെ സ്മാരക സ്തൂപം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യം നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടം, ആ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം നിർവഹിച്ചത് നമ്മുടെ ഏരിയയിലെ പാർട്ടി സഖാക്കളാണ്. സഹകരണ മേഖലയിൽ പണിയെടുക്കുന്ന പാർട്ടി അംഗങ്ങൾ അവിടെ ഒരു മാസത്തെ ശമ്പളമാണ് ഈ ഓഫീസിന് വേണ്ടി സംഭാവന ചെയ്തത്. പാർട്ടി അംഗങ്ങൾ അവരുടെ വരുമാനത്തിനൊരു പങ്ക് ഈ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടി പാർട്ടിക്ക് നൽകുകയുണ്ടായി. ഞങ്ങൾ സമീപിച്ച ബഹുജനങ്ങളാകെയും ഈ ഓഫീസ് നിർമ്മാണത്തിന് ഞങ്ങളെ സഹായിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചത്. അങ്ങനെ പാർട്ടി അംഗങ്ങൾ, പാർട്ടി അനുഭാവികൾ, പാർട്ടിയുമായി രാഷ്ട്രീയമായി യോജിപ്പില്ലെങ്കിലും CPM-ന്റെ പ്രസക്തി അറിയുന്ന ഇതര രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ ഉൾപ്പെടെയുള്ള ബഹുജനങ്ങളാകെ ഈ ഓഫീസ് കെട്ടിട നിർമ്മാണത്തിന് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരോടെല്ലാം പാർട്ടിക്കുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ പാർട്ടി രേഖപ്പെടുത്തുകയാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും അതിന് ആകാവുന്ന സഹായങ്ങളും പിന്തുണകളും നൽകാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ പാർട്ടി ഓഫീസ് മാറും. ഇത് CPM പ്രവർത്തകർക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഓഫീസല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവിടെ പ്രശ്നങ്ങൾ കേൾക്കാനും പറ്റാവുന്ന സൗകര്യങ്ങളും സഹായങ്ങളും പാർട്ടിക്ക് ചെയ്തു കൊടുക്കാനും എല്ലാമുള്ള ഒരു പ്രവർത്തന കേന്ദ്രമായിട്ടാണ് ഞങ്ങൾ ഈ ഓഫീസിനെ കാണുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന പരിപാടിയിലേക്കും ഞങ്ങൾ എല്ലാ ബഹുജനങ്ങളെയും ക്ഷണിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കാൻ ഇവിടെ എത്തിച്ചേരണമെന്ന് ഞങ്ങൾ അവരോടെല്ലാം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. 22-ാം തീയതി വൈകിട്ട് 4 രക്തസാക്ഷി സ്മാരക മന്ദിരം ഉദ്ഘാടന പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി പാർട്ടിക്ക് വേണ്ടിയും ഇതിൻ്റെ നടത്തിപ്പിൻ്റെ വിജയത്തിന് വേണ്ടി രൂപീകരിച്ച സംഘാടന സമിതികൾക്ക് വേണ്ടിയും അവരെല്ലാം ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ്. ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തോടെ പിന്നീട് അങ്ങോട്ടേക്ക് ഈ ഏരിയയിലെ പാർട്ടിയുടെ പ്രവർത്തനം മാത്രമല്ല, അതിലുപരിയായി കലാസാംസ്കാരിക രംഗത്തെയും അതുപോലെ മറ്റിതര സംഘടനകളുടെയും എല്ലാം പ്രവർത്തനത്തിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് ഇത് മാറാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ പാർട്ടി ഓഫീസുകൾ പാർട്ടിയുടെ കാര്യങ്ങൾ മാത്രം അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അതിലെല്ലാം ഉപരിയായി ജനങ്ങളുടെ ആകെ പ്രശ്നങ്ങൾ, അത് കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് പാർട്ടി ഓഫീസുകൾ മാറുന്നത്. ഇവിടെ ഈ മുനിയംകുന്നിൽ പടുത്തുയർത്തിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഈ ഓഫീസ് ഈ ഏരിയയിലെ 4 പഞ്ചായത്തുകളിലായി നിൽക്കുന്ന 14 ലോക്കൽ കമ്മിറ്റികളെയും അതുപോലെ 273 ബ്രാഞ്ചുകളെയും 4070ഓളം വരുന്ന പാർട്ടി മെമ്പർമാരുള്ള ഈ മഹത്തായ ഈ പ്രസ്ഥാനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് മാറുകയാണ്. ഇവിടെ നിങ്ങളെല്ലാം ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, കുറച്ച് കാലമായി ഇതിൻ്റെ പ്രവർത്തനം ഇങ്ങനെ നടന്നു വരികയാണ്. 2021 പണി ആരംഭിച്ച് ഇപ്പോഴാണ് ഞങ്ങൾക്ക് പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഇവിടെ അതിൻ്റെ പണസമാഹരണത്തെ സംബന്ധിച്ചെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരുടെ ഉദാരമായ സംഭാവനകൾ ഇതിനു വേണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പാർട്ടി മെമ്പർമാരെല്ലാം അവരുടെ വിഹിതം വളരെ താല്പര്യപൂർവ്വം തന്നെ എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് 2 വർഷം മുമ്പ് നമ്മളിത് മുനിയംകുന്ന് സ്മാരക സ്തൂപം എന്നുള്ള നിലയിൽ ഈ വടക്കേ മലബാറിലെ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള സ്തൂപങ്ങളിൽ ഒന്നായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഈ ഓഫീസും അതുപോലെ തന്നെ ഏറ്റവും സമീപ പ്രദേശങ്ങളിലെ ഏറ്റവും തലയുയർത്തി നിൽക്കുന്ന ഒരു ഓഫീസ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുനിയംകുന്ന് രക്തസാക്ഷികൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാറാതെ നമ്മുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കുന്ന രക്തസാക്ഷികൾ. അത് ഇവിടെ പറഞ്ഞതുപോലെ 42 സഖാക്കൾ ഒത്തുകൂടിയ മുനിയംകുന്ന്, ആ മുനിയംകുന്നിലെ ഒറ്റുകാരാൻ ഒറ്റുകൊടുക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ MSPക്കാർ വളരുകയും വെടിവെക്കുകയും ചെയ്തത്. അന്നത്തെ അതിൻ്റെ പടത്തലവനായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞ അന്നത്തെ ഫർക്ക സെക്രട്ടറി ആയിരുന്ന സഖാവ് കുഞ്ഞാപ്പു മാസ്റ്റർ. അദ്ദേഹവും 6 സഖാക്കളുമാണ് വെടിയേറ്റ് മരിച്ചത്. സഖാവ് കുഞ്ഞാപ്പു മാസ്റ്റർ, സഖാവ് KA ചിണ്ടപ്പുതുവാൾ, അതുപോലെ തന്നെ മുടത്തറ ഗോവിന്ദൻ നായർ, നമ്മുടെ KA കുന്നുമ്മൽ കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ പനയന്തട്ട കണ്ണൻ നമ്പ്യാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 സഖാക്കൾ രക്തസാക്ഷികളായി. ഈ 6 പേരും ഇവിടെ ഒരു കുടിയിലാണ് അടക്കം ചെയ്തത്. ആ ഒരു കുടിയിൽ അടക്കം ചെയ്യുകയും അതിൻ്റെ ഒരു സ്മാരകം എന്നുള്ള നിലക്ക് ഏതാനും നാളുകൾക്ക് ശേഷം അവിടെ ഒരു സ്തൂപം പണിയുകയും ഉണ്ടായി.
ആ സ്തൂപമാണെങ്കിൽ ഒരു 1967 കാലത്തുണ്ടായിരുന്ന ഒരു മിന്നലിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ അതിന് കേടുപാടുകൾ സംഭവിച്ചു. പിന്നീട് അത് പുതുക്കിപ്പെടുന്നു. പക്ഷേ 1972 രാഷ്ട്രീയ എതിരാളികളെ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അത് തകർക്കുന്ന നിലയുണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ ശക്തമായി കരിങ്കൽ ഭിത്തിയിലെല്ലാം തീർത്തിട്ടുള്ളൊരു സ്തൂപം അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സ്തൂപം നമ്മുടെ റോഡിൽ നിന്ന് ശരിയായ നിലയിൽ കാണുന്നില്ല എന്നുള്ള നിലക്കുള്ള ഒരു അഭിപ്രായം പല മേഖലകളിൽ നിന്ന് ഉയർന്നു വരികയുണ്ടായി. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് നല്ല നിലയിൽ അതിൻ്റെ കുറേ കൂടി ഉയർത്തി മുകളിൽ നിന്ന് ബസ്സിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് വാഹനത്തിലൂടെ പോകുന്ന ആളുകൾക്കിടെ കാണാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് ആ സ്തൂപം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിയിലാണെങ്കിൽ മുനയംകുന്ന് സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ ചുമരിൽ ആലേഖനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ എല്ലാ ആളുകൾക്കും ഈ പഴയകാല സ്മരണ അയവിറക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ സ്തൂപത്തിൻ്റെ പണി ഒരുക്കി പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഓഫീസിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്കുള്ള നാളുകളിൽ നമുക്ക് കുറേ കൂടി ശക്തമായി മലയോര മേഖലയിലെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥിരാകേന്ദ്രമായിട്ട് മാറും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് 22-ാം തീയതി വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും പ്രത്യേകമായി പാർട്ടിക്ക് വേണ്ടിയും സംഘാടന സമിതിക്ക് വേണ്ടിയും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചെറുപുഴയ്ക്ക് ഇനി രുചിയുടെ പെരുമയും 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി നാവിലൂറും രുചിവൈവിധ്യങ്ങളുമായി ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാലിൽ. ആളുകളുടെ അഭിരുചിക്കൊത്ത് ഇഷ്ട വിഭവങ്ങളുടെ സ്വാദിഷ്ട ഭക്ഷണശാല ഡ്രീംലാൻഡ് റെസ്റ്റോറന്റ് കാക്കയഞ്ചാൽ.